ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ ഒരു യൂട്യൂബ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മലക്കോട്ടെ വാലിബൻ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് അതിൻ്റെ റിവ്യൂ ഇടാമെന്ന്. അപ്പോൾ ഈ വ്ളോഗ് സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ മൂവിയെക്കുറിച്ചിട്ട് എനിക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാനാണ് താല്പര്യം. അതായത് ഒന്നൊരു ജേർണലിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിലും പിന്നെ വേറൊന്നൊരു സാധാരണ പ്രേക്ഷക എന്നുള്ള രീതിയിലും. ഇപ്പോൾ ജേർണലിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എഡിറ്റിങ്, സൗണ്ട് മിക്സിങ് അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെയുണ്ട്. പലപ്പോഴും പല സ്ഥലത്തും ഭയങ്കര വിഷ്വൽ ട്രീറ്റാണ് സിനിമ. പ്രത്യേകിച്ചും നൈറ്റ് സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയുണ്ട്. ഉള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ സൗണ്ട് മിക്സിങ് ആണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എന്താ പറയുക, അതിലൊരു സീനിൻ്റെ അകത്ത് ഈ രാത്രിയിൽ ഡെസേർട്ടിൽ അടിക്കുന്ന ഒരു ചുഴലിക്കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അതിൽ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണ പ്രേക്ഷക എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കഥ നമുക്ക് അത്ര എൻഗേജിങ് അല്ല. പ്രത്യേകിച്ചും ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്കൊരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട്. എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കറിയായിരുന്നു ഇത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയാകുമ്പോൾ ഈ ഒരു ടൈപ്പ് എക്സ്പെക്റ്റേഷനെ വെക്കാൻ പാടുള്ളൂ എന്നറിയായിരുന്നു. എന്നാൽ പോലും കഥ നമുക്ക് കുറച്ച് ലാഗിങ് ആണ്. ഫസ്റ്റ് പാർട്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് പാർട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇത് ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യം. വലിച്ചു നീട്ടാൻ നമുക്ക് ചുരുക്കി കഥ പറയാൻ പറ്റുന്ന ഒരുപാട് സീക്വൻസുകളുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു കിട്ടുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അത് കുറച്ച് ബോറിങ് തന്നെയാണ്, അത് പറയാൻ പറ്റത്തില്ല. നല്ല ബോറിങ് ആയിരുന്നു. പലയിടത്തും നമുക്ക് കുറച്ച് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മോള് ഫസ്റ്റ് പാർട്ട് ഫുൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. കാരണം അവൾ അത്യാവശ്യം നന്നായിട്ട് സിനിമ രസിച്ച് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ 2-3 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും അവൾ സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ അവൾക്ക് ബോറടിച്ചിട്ട് അവൾ കിടന്ന് ഉറങ്ങി. ഹസ്ബൻഡും ഇടയ്ക്ക് ഉറങ്ങിയെന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പം എനിക്കും കുറച്ച് ബോറടിച്ചു, എനിക്ക് കുറച്ച് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും ആവശ്യമില്ല. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകൾ അങ്ങനെയാണ്. അദ്ദേഹം എല്ലായിടത്തും പറയാറുണ്ട് അദ്ദേഹത്തിന് നോ പ്ലാൻ ടു ഇംപ്രസ്, നോ പ്ലാൻ ടു ചേഞ്ച് എന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിലും ഈ പറയുന്ന ലോങ് ഷോട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ക്യാമറ എടുത്ത് വയ്ക്കും, ഡയറക്ടറും പിന്നെ ക്യാമറമാനും എവിടെയെങ്കിലും മാറിയിരിക്കുമായിരിക്കും എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെയുള്ള ലോങ് ഷോട്ട്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ക്യാമറ ഒരിടത്ത് സ്ഥാപിക്കുകയും കഥ ഇങ്ങനെ അതിന് മുന്നിൽ കൂടെ പോവുകയും ചെയ്യുന്നൊരു പാറ്റേണാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലും കാണാവുന്നതാണ്. പിന്നെ ആ സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു കഴുത ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇത് എന്തിനാണ് ഈ കഴുത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഈ കഴുത എന്താ പറയുക, ഈ നില ഉഴുന്ന മാതിരിയുള്ള സീൻസൊക്കെ കാണിച്ചിട്ടാണ്. പിന്നെ മോഹൻലാൽ വരുന്ന സമയത്ത് ഒരു കഴുതേനെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തിനാണ് ഈ കഴുത ഇങ്ങനെ കാണിക്കുന്ന കഴുത. പക്ഷേ അത് സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് ഈ കഴുത എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ബിംബമാണ്. അതുകൊണ്ട് എന്താണ് ലിജോ ജോസ് പല്ലിശ്ശേരി ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോൾ മനസ്സിലാകും. പിന്നെ മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത റോള് വളരെ ഭംഗിയായിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് സീൻസ്. ഈ ഒരു ഏജിൽ ഇത്രയും ഫ്ലെക്സിബിളായിട്ട് ഇത്ര മാസ് ഫൈറ്റുകൾ ചെയ്യാൻ പറ്റുന്ന വേറൊരു ആക്ടർ ഉണ്ടോ എന്നുള്ള സംശയമാണ്. അത്രയും ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ഫൈറ്റ് സീൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കാണെങ്കിൽ പോലും ഒരു മല്ലൻ്റെ ആയിട്ട് മാറ്റിയിട്ടുള്ള ഒരു ഫിസിക്കാണ്. അത് നന്നായിട്ടുണ്ട്. നല്ലപോലെ തന്നെ അദ്ദേഹം അതിന് പണിയെടുത്തിട്ടുണ്ട്. ആ ഒരു എഫേർട്ടിന് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വല്ല അഭിനയ മുഹൂർത്തങ്ങളൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഈ കോരിത്തടിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളൊന്നും തന്നെ എനിക്ക് അതിൽ ഫീൽ ചെയ്തില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് നേരമാണ് കണ്ടത്. നേരത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മളെ ഇങ്ങനെ ത്രസിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ മുഹൂർത്തങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത റോൾ അദ്ദേഹം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫൈറ്റ് സീൻസൊക്കെ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കഥ അവസാനിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നമുക്ക് ബോറിംഗ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും പക്ഷേ അത് കുറച്ചും കൂടി എൻഗേജിങ് ആണ്. കഥ വേറൊരു ലെവലിലോട്ടാണ് പോകുന്നത്. അത് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു കളേഴ്സിൻ്റെ ആറാട്ടാണ്. ഈ വൈബ്രൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു സ്റ്റൈലാണ്. അത് ആമേൻ്റെ അകത്താണെങ്കിലും ജല്ലിക്കെട്ടിൻ്റെ അകത്താണെങ്കിലും ഒക്കെ നമുക്കത് കാണാം. പ്രത്യേകിച്ചും റെഡ്, യെല്ലോ, ഗ്രീൻ കോമ്പിനേഷൻസ് അത് ഇതിൻ്റെ അകത്തും കാണാൻ പറ്റും. ഇപ്പം നൻപകൽ നേരത്ത് മയക്കത്തിൻ്റെ അകത്താണെങ്കിൽ പോലും ഒരു യെല്ലോയുടെ ഒരു കോമ്പിനേഷൻസ് നമുക്ക് പല ഷെയ്ഡ്സ് ഓഫ് യെല്ലോ നമുക്കതിൽ കാണാൻ പറ്റും. ഈ ഉച്ച സമയത്തിൻ്റെ ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അതാണ് ഫുൾ അതിൽ നിറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തും യെല്ലോ, റെഡ്,
കോമ്പിനേഷൻസാണ് കാണുന്നത്. ഈ സെക്കൻഡ് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അത് നല്ലപോലെ നമുക്കത് ഒരു കളേഴ്സിൻ്റെ ഒരു ആറാട്ടം എന്ന് തന്നെ പറയാം, അത് കാണാൻ പറ്റും. നമ്മൾ സിനിമ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുമാതിരി കണ്ണ് മഞ്ഞളിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പം സെക്കൻഡ് പാർട്ട് നമ്മളെ പിടിച്ചെടുത്തു. നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ അതല്ല, അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് എടുത്തിരുന്നെങ്കിൽ കുറച്ച് രസമായിരുന്നു. കാരണം വളരെ നല്ലൊരു പ്ലോട്ടാണ് സിനിമയുടെ. ആ ഒരു പ്ലോട്ടിൽ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ചേർത്തിരുന്നെങ്കിൽ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ഇഷ്ടപ്പെടുമായിരുന്നു. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഡയറക്ടർ എല്ലാത്തിനകത്തും പറയുന്നുണ്ട് നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ കാര്യം അതില്ല. അപ്പം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മേക്കിംഗ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും മിക്കവരും കാണാൻ പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും കാണത്തില്ല. അവരെ സംബന്ധിച്ചിട്ട് ഓക്കെ ശരി, പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമ ഇങ്ങനെയാണല്ലോ, അപ്പോൾ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കാണാൻ പോകുന്നത്. പക്ഷേ ഒരു ലാലേട്ടൻ സിനിമ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു മാസ് ക്ലാസ് ആക്ഷൻ മൂവിയാണ് പ്രതീക്ഷിച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ല. കാരണം അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഇല്ല. അങ്ങനെ ഒരു രോമാഞ്ചം കൊള്ളാവുന്ന ടൈപ്പ് രാവണപ്രഭുവിൽ കണ്ട പോലെ അല്ലെങ്കിൽ ദേവാസുരത്തിൽ കണ്ട പോലെ അങ്ങനത്തെ എലമെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം ആ ഒരു വാലിബൻ എന്നുള്ള ക്യാരക്ടർ അദ്ദേഹത്തിനെ കൊണ്ട് ഭംഗിയാക്കാൻ പറ്റുന്ന പോലെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഫൈറ്റ് സീൻ്റെ കാര്യത്തിൽ ഈ മാമാങ്കത്തിലൊക്കെ കാണിക്കുന്ന മാതിരി എന്താ പറയുക, മമ്മൂട്ടിയുടെ ബോഡിക്ക് വരാൻ വേറെ ആളുടെ ബോഡി വയ്ക്കുക, തല മാത്രം വയ്ക്കുക, അങ്ങനത്തെ ഗിമിക്സും കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. അതിൽ മോഹൻലാൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഇറ്റ്സ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഏതായാലും എൻ്റെ സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ ക്യാമറയിലോട്ട് നോക്കി സംസാരിക്കാത്തത്. അതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് കണ്ണാടി ഉണ്ടായിരുന്നു. എൻ്റെ മോള് കണ്ണാടി പൊട്ടിച്ച് കളഞ്ഞിട്ട് പിന്നെ വേറെ കണ്ണാടി നമുക്ക് കാനഡ വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. അത് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് പിന്നെ അച്ഛൻ അയച്ചു തരാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ആ കണ്ണാടി ഇന്ന് എനിക്ക് കിട്ടി. അപ്പോൾ കണ്ണാടി ഇല്ലാത്തതുകൊണ്ടാണ് പല വീഡിയോയ്ക്കകത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. കണ്ണാടി ഇല്ലാതെ എനിക്ക് നോക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ആ പ്രശ്നവും പരിഹരിച്ചു എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ കമൻസ് എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. അടുത്ത വ്ളോഗിൽ കാണുന്നതിന് വരെ ബൈ ബൈ.